सबका स्वागत करता हूँ। आज हम 13वें അധ്യായ സുഭദ്രാകുമാരി എന്ന് പറയുന്ന പാഠം ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. അത് 13ാമത്തേതാണ്. മഹാദേവി വർമ്മ എഴുതിയതാണ്. അത് കഥയോ ലേഖനോ ഒന്നുമല്ല. ലേഖൻ വയേക്ക് संस्मरणात्मक रेखाचित्र है. संस्मरणात्मक रेखाचित्र चित्र हम ब्रश और कलर का उपयोग करके खींचते हैं और पेंटिंग करते हैं. ചിത്രം എന്ന് പറയുന്നത് നമ്മൾ ബ്രഷും പെൻസിലും കളറും ഒക്കെ കൊണ്ട് വരച്ചുണ്ടാക്കുക ചെയ്യുന്നത്. ലേക്കിൻ രേഖാചിത്രത്തോ ഐസ നഹീ ഹൈ. രേഖാചിത്രം അങ്ങനെയല്ല. എന്താണ്? അതായത് നമ്മളുടെ വാക്കുകളെ കൊണ്ടിട്ട് ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ ചിത്രം നമ്മളുടെ മുന്നിൽ ഉണ്ടാക്കുക. അതായത് അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയായാലും വസ്തു ആയാലും അതിൻ്റെ ഒരു രൂപം നമ്മളുടെ മനസ്സിൽ തെളിയുക. വഹി ഹൈ രേഖാചിത്ര. और സംസ്മരണാത്മക ഓർമ്മക്കുറിപ്പ് എന്ന് പറയും. അതായത് यहाँ महादेवी वर्मा कहता है कि वर्षों के बाद भी मेरे चित्रशाला में महादेव സുഭദ്രാ കുമാരി ചൗഹാൻ കി യാദ് അഭി ദേത്തി എന്ന് പറയുന്നത്. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ചിത്രശാലയിൽ ഇന്നും സുഭദ്രാ കുമാരി ചൗഹാൻ്റെ ആ ചിത്രം എൻ്റെ ചിത്രശാലയിലുണ്ട്, മനസ്സിലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കവയിത്രി സുഭദ്രാകുമാരി ചൗഹാൻ ചെറുതിച്ച 1-2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ആ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്കാലത്തുള്ളൊരു സംഭവം 1-2 സംഭവം പറയുന്നുണ്ടതിൽ. ആ പഠിക്കുമ്പോൾ കവിത എഴുതുകയെന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഭയങ്കര പ്രശ്നമാണ്. അതും കണക്ക് പുസ്തകത്തിലെ കവിത എഴുതുകയെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു കവിത എഴുതിയത് ഈ സുഭദ്രാകുമാരി ചൗഹാൻ എഴുതിയത് മഹാദേവി വർമ്മ കാണുകയും അത് പിടിച്ചെടുത്ത് അത് എല്ലാവരും മുന്നിലും കൊണ്ടുവന്ന് പറഞ്ഞ് അത് നമ്മളുടെ സുഭദ്രാകുമാരി ചൗഹാൻ ചെറിയൊരു विषम ഉണ്ടാകുന്നു. കാരണം उन दिनों में ऐसा है, लेकिन आज एक 4 लाइन लिखे तो वो तो बड़ा कार्य हो जाता है. അത് ഇന്നിപ്പം നമ്മളൊരു 2 വരി എഴുതിയാലും നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അന്ന് അതല്ല, കവിത എഴുതുന്ന സമയം മെനക്കെടുത്താണ് എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അങ്ങനെ ആ കവിതയിലൂടെ അങ്ങനെ കവിയും കവയിത്രിമാർ 2 പേർ, അന്ന് സുഭദ്രകുമാരി കവയിത്രി ആയിട്ടില്ല കേട്ടോ, 2 പേരും ഇല്ല, പഠിക്കുന്ന സമയമാണ്. लेकिन दोनों बाद में बड़े दोस्त बन जाते हैं और अपनी ज़िंदगी के बारे में अंत में वे कहते हैं कि तो सुभद्रा कुमारी की ज़िंदगी के सभी बातों की रेखाएँ उन्होंने इस पाठ में सुभद्रा कुमारी चौहान नामक पाठ में खींचा है. ജീവിതത്തിലെ सभी संघर्ष और उनका जिंदगी वैवाहिक जीवन, पति का स्वभाव, सामूहिक जीवन आदि आदि सब कुछ इसमें आता है. अदायद ഈ പാഠം हम पढ़े तो हमें सुभद्रा कुमारी चौहान के जिंदगी का एक चित्र, अदायद छोटी सी 5वीं मेरी याद ठीक है तो 5वीं या 6ठे दर्जे में पढ़ते हैं. वहाँ के सभी बातें उनकी ये शब्द चित्र रेखा चित्र नामक संस्मरणात्मक अध्याय में आते हैं, पाठ में आते हैं. अब നമുക്ക് സുഭദ്രാകുമാരി ചൗഹാനെ കണ്ടാൽ നമുക്ക് അവരുടെ ആ ചിത്രം നമ്മളുടെ മനസ്സിൽ यथातथ चित्रित होते हैं. उसका कारण क्या है? महादेवी वर्मा अपने शब्दों से, अपने वाक्यों से सुभद्रा कुमारी चौहान के चित्र हमारे सामने खींच लेते हैं. साथ ही साथ बचपन से उनके वैवाहिक जीवन, सामूहिक जीवन और जेलवास आदि आदि सभी बातें इसमें आते हैं. उन सब का चित्र हमें इस पाठ से मिलते हैं. ऐसी एक संस्मरणात्मक रेखा चित्र है. हमारे ये 13वीं अध्याय सुभद्रा कुमारी चौहान नामक पाठ में आते हैं.